ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ദ ഡ്യൂഡ് എന്ന തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമയുടെ സ്റ്റോറിയാണ്. സോ സിനിമയുടെ കഥകൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുമ്പേ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാ വീഡിയോസിനും വ്യൂസ് കുറവാണെങ്കിൽ പോലും രാമൻകുട്ടി തളരരുത് എന്ന് പറഞ്ഞാണ് ഞാൻ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്, ഒരു ശുഭ പ്രതീക്ഷയോടുകൂടെ തന്നെ. സോ ഒരു രാത്രി മതിയല്ലോ എല്ലാം മാറി മറിയാൻ. നമ്മുടെ കഥയിലേക്ക് വരാം. സിനിമ തുടങ്ങുന്നത് അഗന്റെ ലവറായ അമിതയുടെ കല്യാണം കാണിച്ചുകൊണ്ടാണ്. അവൾ മറ്റൊരാളുമായി കല്യാണം കഴിച്ചിരിക്കുകയാണ്. സോ ആ കല്യാണ വേദിയിലേക്ക് നമ്മുടെ അഗൻ കടന്നു വരികയാണ്. അഗനെ കാണുമ്പോൾ തന്നെ അമിത വല്ലാതെ ടെൻഷൻ ആവുന്നുണ്ട്. അങ്ങനെ അഗൻ ഈ സ്റ്റേജിലേക്ക് കയറിയിട്ട് നമ്മുടെ അമിതയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയും അവളുടെ അടുത്ത് ഒരു പേഴ്സണലായിട്ട് 5 മിനിറ്റ് സംസാരിച്ചോട്ടെ എന്ന്. അപ്പോൾ അയാൾ പറയും ജെൻസി കിട്ടല്ലേ പോയി സംസാരിച്ചോളൂ. അങ്ങനെ മാറി സംസാരിക്കുമ്പോൾ അഗൻ അറിയേണ്ടത്, നീ എന്തിനാണ് എന്നെ വേണ്ടെന്ന് വെച്ചത്? നീ എന്നെ ബ്ലോക്ക് ചെയ്തു, നീ സ്ഥലം മാറിപ്പോയി, അഡ്രസ്സ് മാറ്റി, ഫോൺ നമ്പർ മാറ്റി, പക്ഷെ എന്നെ എന്തിനാണ് നീ വേണ്ടെന്ന് വെച്ചുള്ള കാര്യം എനിക്ക് അറിയണമെന്ന് അഗൻ പറയും. അമിതയ്ക്ക് അതിനൊന്നും മറുപടി ഉണ്ടായിരുന്നില്ല. ആദ്യം അവൾ ടെൻഷനിലായിരുന്നെങ്കിലും ഇവൻ റിപ്പീറ്റഡായി ചോദിക്കുന്നുണ്ട് ചി പോടാ എന്ന് പറഞ്ഞ് അവൾ തെയ്യുമ്പോൾ അവൻ അമിതയെ കയറി പിടിക്കുന്നതിന് പകരം അറിയാതെ അവളുടെ താലിയിലാണ് കയറി പിടിക്കുന്നത്. അതഴിഞ്ഞ് അവൻ്റെ കയ്യിലും ഇരിക്കും. കണ്ടുകൊണ്ടിരുന്നവരും സ്റ്റേജിലുള്ളവരും പയ്യനും പെണ്ണും എല്ലാം ഷോക്ക്ഡായി പോകുന്നുണ്ട്. പിന്നെ അവിടെ നടക്കുന്നത് ഒരു അടിയുടെ പൂരമാണ്. അങ്ങനെ അവിടെ എല്ലാം അടിച്ചിട്ട് ഓടിച്ചിട്ട് ഊപ്പാടിളക്കി അവസാനം പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ബട്ട് പോകുന്നതിന് മുമ്പ് അഗൻ അമിതയുടെ അടുത്ത് ഒരു സോറി പറയുന്നുണ്ട്. അവനും ഇത്രയും കോലാഹലം ഉണ്ടാക്കണം എന്നൊന്നും പ്രതീക്ഷിച്ചല്ല വന്നത്, റീസൺ അറിയണം, അത്രേ ഉള്ളൂ. പോലീസ് സ്റ്റേഷനിലുള്ള അഗനെ ഇറക്കാനായി വരുന്നത് അവൻ്റെ മാമൻ്റെ മകളായ കുറലാണ്. അഗന് അച്ഛനില്ലാത്തതുകൊണ്ടാണ് താൻ വന്നതെന്ന് പറയുമ്പോൾ നീ ആരാണെന്ന് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ അച്ഛനൊരു മിനിസ്റ്റർ ആണെന്ന് വലിയ അഹങ്കാരത്തോടൊന്നുമല്ല, വളരെ പാവമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ പോലീസുകാരൻ പേടിച്ചു പോയിട്ട് അവനെ അവിടുന്ന് ഇറക്കി വിടുകയാണ്. കുറലിൻ്റെ അച്ഛൻ ഒരു മിനിസ്റ്ററാണ്. അയാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ കുറച്ച് ആളുകൾ വരുന്ന സീൻസാണ് പിന്നെ കാണിക്കുന്നത്. ആ ടൈമിൽ അവിടെ ഒരു മണ്ഡപം പോലെ കാണുമ്പോൾ അത് ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ അതെൻ്റെ പെങ്ങളുടെയാണ്. അവൾ എൻ്റെ എല്ലാ കഷ്ടകാലത്തിലും കൂടെ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു നല്ല കാലം വന്നപ്പോൾ അവിടെ എൻ്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ആ ടൈമിലാണ് കുറൽ നമ്മുടെ അഗനെയും കൊണ്ട് വരുന്നത്. അവരിങ്ങനെ ഷർട്ടൊന്നും ഇല്ലാതെ വരുന്നത് കണ്ട് പുള്ളി സ്വന്തം ഷർട്ട് ഊരി അവന് കൊടുക്കുന്നുണ്ട്. അവൻ മറ്റൊരു പെങ്ങളുടെ മകനാണ്. അവനെ അയാൾക്ക് അത്രമേൽ ഇഷ്ടമാണ്. ബട്ട് ഈ പെങ്ങളുമായിട്ടും നമ്മുടെ ഈ മിനിസ്റ്റർ സംസാരിക്കാറില്ല. അവർ തമ്മിൽ പിണക്കമാണ്. റീസൺ എന്താണെന്ന് അഗനും കുറലും ഒന്നും അറിയില്ല. അവർ ചോദിച്ചാലും ആരും ഒന്നും പറയാറുമില്ല. അഗനും കുറലും ഒക്കെ ഒരു ചെറിയ ബിസിനസ് നടത്തുന്നുണ്ട്. അതായത് ആളുകളെ പോയി സർപ്രൈസ് ചെയ്യിക്കുക, പ്രാങ്ക് ചെയ്യിക്കുക, അവരുടെയൊക്കെ റിലേറ്റീവ്സ് തന്നെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരോ ഷോസ് ആണ് അവർ ചെയ്തത്. അവരുടെ കൂടെ ഒരു ഫുൾ ഗ്യാങ് തന്നെയുണ്ട് ഇതിനു വേണ്ടി. പിന്നെ അടുത്ത സോങ് ആണ് അതിനുശേഷം കാണിക്കുന്നത് അഗൻ മെട്രോയിൽ കയറി ഒരു ക്ലയന്റിന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി എല്ലാവരോടും ലൈറ്റ് ഓഫ് ചെയ്യാൻ മൈക്കിൽ കൂടെ പറയും. പക്ഷെ ലൈറ്റ് ഓൺ ആയി വരുമ്പോൾ സർപ്രൈസ് കിട്ടുന്ന അഗനാണ്. കുറൽ അവനെ പ്രൊപ്പോസ് ചെയ്യുകയാണ്. ഇവൻ എപ്പോഴും ഓരോ പെണ്ണുങ്ങളുടെ പുറകിലായതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവളുടെ ഇഷ്ടം പറയാൻ. സോ അവൻ ആ ഒരു റിങ് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം അവർ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്കാണ് അഗൻ കുറലിൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ എല്ലാവരുടെയും മുന്നിൽ നിന്നെ നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചാണ് അത് സമ്മതിച്ചത്. ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിനപ്പുറം ഒരു ഫീലിങ്സ് നിൻ്റെ അടുത്ത് എനിക്കില്ല. നിന്നോട് എനിക്ക് 0 ഫീലിങ്സ് ആണെന്ന് പറയും. ആദ്യം കുറൽ വിചാരിക്കുന്നത് ഇതൊരു പ്രാങ്ക് ആണെന്നാണ്, കാരണം അവരുടെ പണികൾ തന്നെ പ്രാങ്കിങ് ആണല്ലോ. ബട്ട് പിന്നെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ പറഞ്ഞത് സത്യമാണെന്ന്. അങ്ങനെ അഗൻ കുറലിനെ അവളുടെ വീട്ടിൽ കൊണ്ട് വിടുന്നുണ്ട്. പോകാൻ നേരം അഗൻ പറയുന്നുണ്ട് നമുക്ക് ഓഫീസിൽ വെച്ച് നാളെ മീറ്റ് ചെയ്യാം, നീ തൽക്കാലം സമാധാനിച്ച് അകത്തേക്ക് പോകാൻ. ബട്ട് അവൾ പറയുന്നു ഇനി ഞാൻ അവിടെ വർക്ക് ചെയ്യില്ല, എന്നെക്കൊണ്ട് ഇനി അതിനാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് കയറി പോന്നു. അവനും കുറച്ചു നേരം അവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ്. പക്ഷെ കുറലിന് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. കൊച്ചുനാൾ തൊട്ടേ അവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു. അടുത്ത ദിവസം ഓഫീസിൽ വരുമ്പോൾ ഇവരുടെ കൂടെയുള്ളവരൊക്കെ ഇവരിപ്പോഴും ഇഷ്ടത്തിലാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവൻ നോ പറഞ്ഞു എന്ന് അറിഞ്ഞിട്ട് അവരെല്ലാം അഗനെ വഴക്ക് പറയുന്നുണ്ട്. പക്ഷെ അവനും ഇപ്പോഴും എനിക്ക് 0 ഫീലിങ്സ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. അങ്ങനെ അവൾ അവളുടെ അച്ഛൻ്റെ അടുത്ത് ഇതെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊരു കോഴ്സ് പഠിക്കാനായി വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ടൈമിൽ ഇവനോട് റെസ്പോണ്ട് ചെയ്യുകയും ഉണ്ടായിരുന്നില്ല. ആ ഒരു ടൈമിൽ അവളെ മിസ് ചെയ്ത് അവസാനം നമ്മുടെ അഗനും കുറലിൻ്റെ അടുത്ത് നല്ലൊരു സ്നേഹം തോന്നുകയാണ്. കൂടെയുള്ള ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാവുന്നുണ്ട്. അവർ പറയുന്നുണ്ട് നീ എന്തിനാണ് നിന്നെ തന്നെ ചതിക്കുന്നത്, നിനക്ക് അവളോട് നിന്റെ ഇഷ്ടം പറഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
അങ്ങനെ അവസാനം അവൻ ആ മിനിസ്റ്ററിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ മകളെ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറയുകയാണ്. ആ മിനിസ്റ്റർക്കും അകൻ്റെ അടുത്ത് ചെറിയൊരു പിണക്കം ഉണ്ടായിരുന്നു, കാരണം അയാളുടെ മകളെ റിജക്റ്റ് ചെയ്തത് കൊണ്ട്. പക്ഷേ ഈ വാർത്ത അറിഞ്ഞു കഴിയുമ്പോൾ ആ മിനിസ്റ്ററും ഒത്തിരി ഹാപ്പി ആവുന്നു. അപ്പോൾ അകൻ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ അവളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ അവളോട് ഈ കാര്യം പറഞ്ഞാൽ മതി, കല്യാണത്തിന്റെ കാര്യം. ഞാൻ അവളെ നേരിൽ കണ്ട് ഒരു സോറി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പഴയ പോലെ മിണ്ടി തുടങ്ങിക്കോളാം എന്ന് പറയുന്നു. ഇതിന് മിനിസ്റ്ററും ഓക്കെ പറയുകയാണ്. അങ്ങനെ ഇവരുടെ കല്യാണം ഫിക്സ് ചെയ്യുകയാണ്. അകൻ ഒത്തിരി ഹാപ്പി ആവുന്നു. അകൻ അത് പോയി അകൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. ആങ്ങളയോട് ദേഷ്യമുണ്ടെങ്കിൽ പോലും മകന്റെ സന്തോഷത്തിനപ്പുറം അവർക്കൊന്നുമില്ലായിരുന്നു, കാരണം അച്ഛനില്ലാതെ അവർ വളർത്തിക്കൊണ്ട് വന്നതാണ് അകനെ. കല്യാണമെല്ലാം ഉറപ്പിച്ച് കാർഡെല്ലാം അടിച്ചു കഴിഞ്ഞ് അകൻ പോയി നമ്മുടെ അമിതയെ വിളിക്കുന്നുണ്ട്. പക്ഷെ അമിത ദേഷ്യപ്പെട്ടിട്ട് വാതിലടക്കുകയാണ്. പക്ഷെ അമിതയുടെ ഹസ്ബൻഡ് ആളൊരു ജോളിയാണ്. അയാൾ അവനെ വിളിച്ച് ചായ കുടിച്ച് ജോളിയായിട്ട് പറയുന്നു, ഞങ്ങൾ കാനഡയിലേക്ക് തിരിച്ചു പോവുകയാണ്, അതുകൊണ്ട് തന്നെ ഇതിന്റെ കല്യാണത്തിന് പങ്കെടുക്കാനൊന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കുറച്ചു നേരം ജോളിയായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. പോകാൻ നേരം പുറത്ത് നിൽക്കുമ്പോൾ അകൻ അമിതയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് റിജക്ട് ചെയ്തെന്ന് ഇപ്പോഴെങ്കിലും ഒന്ന് പറയാമോ എന്ന്. ഇത് കേൾക്കുമ്പോൾ അമിത വാതിൽ കൊട്ടിയടക്കുകയാണ്. പിന്നെ നമ്മുടെ അടുത്ത സോങ് ആണ് ആക്ച്വലി അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം അവൻ അത്രമാത്രം ഇഷ്ടം അവളുടെ അടുത്തുണ്ട്. സോ അവൾ വീട്ടിലെത്തി എന്ന് അറിഞ്ഞിട്ട്, കല്യാണത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം റെഡിയായി വീട്ടിലെത്തി എന്ന് അറിഞ്ഞിട്ട് അവളെ കാണാനായിട്ട് അകൻ ചെല്ലുകയാണ്. വാതിൽ തുറന്ന് അകത്ത് ചെല്ലുമ്പോൾ കാണുന്നത് തൂങ്ങിച്ചാവാൻ നിൽക്കുന്ന കുറലിനെയാണ്. അപ്പം തന്നെ അകൻ ചോദിക്കുന്നു, ആരാണ് ആ പയ്യെന്ന്. അവന് മനസ്സിലാവുന്നുണ്ട് ഈ 6 മാസത്തെ ഗ്യാപ്പിൽ അവൾക്ക് ആരോടോ ഇഷ്ടം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവൻ്റെ അടുത്ത് ഓൾറെഡി ഒരു ഇഷ്ടം ഉണ്ടായിരുന്നല്ലോ. ആ ഡിപ്രഷൻ്റെ സ്റ്റേജിലാണ് മാരനുമായിട്ട് ഒത്തിരി അടുക്കുകയും അവനോടൊരു ഇഷ്ടം തോന്നുകയും ചെയ്തത്. അവൻ പ്രപ്പോസ് ചെയ്ത സമയത്ത് തന്നെയാണ് ഇവിടെ അച്ഛൻ വിളിച്ചിട്ട് കല്യാണം ഫിക്സ് ചെയ്തു എന്ന് പറയുന്നത്. കാരണം ഇവൾക്ക് അകനെ ഇഷ്ടമാണെന്ന് അച്ഛനറിയാം. ബട്ട് ആ ടൈമിൽ അവളെ ഒത്തിരി വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അകൻ പറയുന്നു, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല ഈ കല്യാണം ഫിക്സ് ചെയ്തത്, എല്ലാം നിന്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹത്തിനാണ്, അതുകൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട, എനിക്ക് നിന്റെ അടുത്ത് ഇപ്പോഴും സീറോ ഫീലിങ്സ് ആണെന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ കുറലിന് ശരിക്കും ആശ്വാസമാകുന്നുണ്ട്. ഇവനെ വിഷമിപ്പിക്കേണ്ട വരുമോ എന്നൊരു ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ ആയിരുന്നു അവൾക്ക്. അങ്ങനെ ഈ കാര്യം നീ തന്നെ അച്ഛൻ്റെ അടുത്ത് പോയി പറയാമെന്ന് അകൻ കുറലിൻ്റെ അടുത്ത് പറയുന്നു. ബട്ട് പേടി ആയതുകൊണ്ട് തന്നെ അവനെ വീഡിയോ കോൾ വിളിച്ച് ഫോൺ കൈ വെച്ചിട്ടാണ് അവർ പോകുന്നത്. അവിടെ ചെന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഇതുപോലെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛനെല്ലാം വളരെ സീരിയസ് ആയിട്ട് കേൾക്കുന്നുണ്ട്. ഈ ടൈമിൽ നമ്മുടെ അകൻ ബാത്റൂമിലൊക്കെ കയറിയിരുന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ. ഒരു 6-7 മാസമായിട്ട് അവളെ മിസ് ചെയ്തിട്ട് അവസാനം നേരിൽ കണ്ടപ്പോൾ അവൾക്ക് മറ്റൊരാളെയാണ് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഏതൊരു പുരുഷനും സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. സോ ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് ചിയറപ്പ് ചെയ്താണ് അവൻ അവളെ അവൻ്റെ അച്ഛൻ്റെ അടുത്തോട്ട് വിടുന്നത്. അച്ഛനെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അച്ഛൻ എനിക്കൊരു ഇഷ്ടമുണ്ട്, കോളേജിൽ പഠിച്ച ആളാണ്, ഡിപ്രഷനായിരുന്ന അവസ്ഥയിൽ അവനായിരുന്നു സപ്പോർട്ട്, ഓക്കെ മോളെ നിന്റെ ആഗ്രഹം പോലെല്ലാം നടക്കട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ടൈമിൽ ചോദിക്കുന്നുണ്ട്, അവൻ്റെ ജാതി ഏതാണ്. ജാതിക്കാര്യം പറയുമ്പോൾ അവൾ പറയുന്നത് അത് മറ്റൊരു ജാതിയാണെന്ന്. അത് കേൾക്കുമ്പോൾ ആക്ച്വലി അച്ഛൻ്റെ സ്വഭാവം മാറുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എൻ്റെ ആ സിസ്റ്ററിൻ്റെ ഫോട്ടോ ഇവിടെ തൂക്കിയിട്ടിട്ടില്ലേ, അവൾ ഇതുപോലെ ഒരു അന്യപുരുഷൻ്റെ കൂടെ പോകേണ്ട വന്നപ്പോൾ ഞാൻ തന്നെ അവളെ കൊന്ന് കിണറ്റിൽ തട്ടിയതാണ്. അതുപോലെ ഞാൻ നിന്നെയും കൊല്ലുമ്പോളെ നീ താഴ്ന്ന ജാതിയിൽ ആരുടെ കൂടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേര് അത് ഞാൻ സഹിക്കില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ടെറർ മൂഡിൽ നിൽക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ അകൻ അങ്ങോട്ട്, ഇതെല്ലാം വീഡിയോ കോളിൽ കാണുന്നുണ്ടല്ലോ, അപ്പോൾ പുള്ളി അങ്ങോട്ട് വന്നിട്ട് പറയുന്ന, അയ്യേ ഞങ്ങൾ അച്ഛനെ പ്രാങ്ക് ചെയ്തായിരുന്നു, കണ്ടില്ലേ അവളുടെ വീഡിയോ ഇരിക്കുന്നത്, ഇത് ഞാനതിൽ ഓൺലൈനായിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്യാൻ വേണ്ടി നോക്കിയാണെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി വെറുതെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയതായിരുന്നു, ഞാനും നിങ്ങളെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടി കുറേ സ്റ്റോറീസ് പറഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. പക്ഷേ പിന്നീട് അയാൾ ഇങ്ങനെ ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയാൾ തന്നെ അയാളുടെ സിസ്റ്ററെ കിണറ്റിൽ തെള്ളിയിട്ട് കൊല്ലുന്ന സീൻ. സോ അത് സത്യമായിരുന്നു. അങ്ങനെ കല്യാണ ദിവസം എത്തി. കല്യാണ ദിവസം നമ്മുടെ അകനും കുറലും ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പം മാരൻ വരും നമ്മുടെ കുറലിനെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. മാരൻ വളരെ കൂളായിട്ടാണ് കല്യാണ മണ്ഡപത്തിലേക്ക് വരുന്നത്. കല്യാണത്തിന് മുന്നേ തന്നെ അവളെ അവിടുന്ന് കൊണ്ടുപോകണം. തലേന്ന് റിസപ്ഷൻ്റെ രാത്രിയിലാണ് അവൻ എത്തുന്നത്. സോ അവൻ കർണാടകയിലെ ഒരു വലിയ മന്ത്രിയുടെ സപ്പോർട്ട് തൻ്റെ ഒരു കൂട്ടുകാരൻ മൂലം തനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഈ മിനിസ്റ്ററെ ഇവരുടെ ആളുകളെയൊന്നും എനിക്ക് പേടിയില്ല എന്നൊക്കെ അവൻ കുറേ വീർവാദം അടിച്ചിട്ട് താഴേക്ക് ചെല്ലുമ്പോൾ കാണുന്നത് ആ മിനിസ്റ്ററും ഈ പറഞ്ഞ കർണാടകയിലെ മന്ത്രിയും കൂടെ കെട്ടിപ്പിടിക്കുന്നതും തങ്ങൾ സ്നേഹിതരാണ്, നിനക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എന്നോട് ചോദിച്ചാൽ മതി എന്നൊക്കെ അയാൾ അകൻ്റെ അടുത്ത് പറയുന്നതുമാണ്. ആ ചെറുക്കനാകെ ഫ്യൂസ് പോയിരിക്കും. ആ മിനിസ്റ്ററുടെ അടുത്ത് ആ പയ്യൻ സംസാരിക്കുകയും ചെല്ലുമ്പോൾ ആ മിനിസ്റ്റർ പറയുന്നുണ്ട്, എൻ്റെ പേരും പറഞ്ഞ് ആരോ നിന്നെ പറ്റിച്ചതാണ് മോനെ, നിന്നെ എനിക്കറിയില്ല, നിന്റെ പേര് പോലും ഞാൻ കേട്ടിട്ടില്ലെന്ന്. അപ്പോൾ തന്നെ അകന് മനസ്സിലാവുന്നുണ്ട് വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു മന്ദബുദ്ധിയാണ് നമ്മുടെ മാരന്ന്. സോ ഇവരെ എന്തായാലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ കൂടെ നിന്നേ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് രാത്രി ഇവളെയും കൊണ്ട് പോകുന്നത് ഒട്ടും നടക്കാത്ത കാര്യമാണ്. സോ അകൻ പറയുന്നുണ്ട്, നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ക്രമേണ ഇവിടുന്ന് പോകാം, കാരണം അവിടെ ഫുൾ ബ്ലാക്ക് ഹെഡ്സും സെക്യൂരിറ്റീസും ഒക്കെയാണ്. അപ്പോൾ ഈ രാത്രി പോകുന്നത് ഒട്ടും നടക്കുന്ന കാര്യമല്ല. സോ അകൻ പറയുന്നത് രണ്ടുപേരെയും തൽക്കാലം വിസയൊന്നും വേണ്ടാത്ത ഏത് രാജ്യങ്ങളിലേക്ക്
കയറ്റി വിടാം, പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു വന്നാൽ മതിയെന്നാണ്. ആ ടൈമിലാണ് അവൻ അറിയുന്നത് മാരൻ്റെ പാസ്പോർട്ട് പോലും ഇല്ലെന്ന്. അങ്ങനെ ആകെ അവൻ അടിമുടി പതർന്നു നിൽക്കുകയാണ്. പിന്നെ റിസപ്ഷൻ വേദിയിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നമ്മുടെ കുറൽ ഡാൻസൊക്കെ കളിക്കുകയാണ്. അവൻ ചോദിക്കും, നിനക്ക് എങ്ങനെ ഡാൻസൊക്കെ കളിക്കാൻ പറ്റും ഈ സിറ്റുവേഷനിൽ? ഞാൻ ടള്ളായിട്ട് നിന്ന് കഴിഞ്ഞാൽ അച്ഛനെന്തെങ്കിലും സംശയം തോന്നിയാലോ, അതുകൊണ്ട് അങ്ങ് ഡാൻസ് കളിച്ചാണെന്ന് പറയണം. അവൻ വിചാരിക്കും അപാരം തന്നെ. അങ്ങനെ മനസ്സോടുകൂടി ആ റിസപ്ഷൻ ഫംഗ്ഷനും കഴിയുകയാണ്. ആ റിസപ്ഷൻ ഫംഗ്ഷൻ്റെ ഇടയ്ക്ക് ആ അച്ഛൻ വന്ന് കുറലത്ത് ചോദിക്കുന്നുണ്ട്, നീ ഒളിച്ചോടാൻ നിൽക്കുമല്ലേ, നിന്നെ വിളിച്ചോണ്ട് പോകാൻ വരുന്നവൻ ഈ ഏരിയയിൽ എവിടെയോ ഇല്ലേന്നൊക്കെ. അപ്പോൾ അവരിങ്ങനെ ഞെട്ടി നിൽക്കും. മിനിസ്റ്റർ പറയുന്നത് ഇതൊക്കെ വെറും പ്രാങ്ക് അല്ലേ എന്ന്. അയാൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവർക്കിട്ട് പ്രാങ്കുന്നുണ്ട്. അതിനുശേഷം വിവാഹമാണ്. വിവാഹവേദിയിൽ ഒട്ടും താല്പര്യമില്ലാതെ തന്നെ അകൻ അവളുടെ കഴുത്തിൽ താലി കെട്ടുന്നുണ്ട്. അവൾ ആ താലി കെട്ടാനായി നിന്ന് കൊടുക്കുന്നുമുണ്ട്. രണ്ടുപേരുടെ മുഖത്തും ഒട്ടും സന്തോഷമില്ല. ബട്ട് ചുറ്റുമുള്ളവരെല്ലാവരും സന്തോഷിച്ച് തന്നെയാണ് നിൽക്കുന്നത്. ഈ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ, പറയാതിരിക്കാൻ വയ്യ, അടിപൊളിയാണ്. ഓരോ സീൻസിലും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂസിക്കാണ്. നമുക്ക് കാണുന്നവർക്ക് കുറച്ചുകൂടെ ഒരു എനർജി ഫീൽ ചെയ്യും. കല്യാണം കഴിഞ്ഞ് മിനിസ്റ്റർ വാങ്ങിക്കൊടുത്ത പുതിയ വീട്ടിലേക്കാണ് ഇരുവരും വരുന്നത്. കൂടാതെ അവർക്ക് കുറച്ച് സ്വത്തുക്കളൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ വിചാരിക്കും ഇവരുടെ പേരിലാണ്. അപ്പോൾ അയാൾ പറയുന്നത് അങ്ങനെയല്ല, ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞെന്തായാലും ഉണ്ടാവുമല്ലോ, ആ കുഞ്ഞിൻ്റെ പേരിലാണ് ഞാനിതെല്ലാം ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരെല്ലാം പരിപാടി കഴിഞ്ഞ് പോകുന്നു. നമ്മുടെ മാരനും ആ ഫംഗ്ഷനിലേക്ക് എത്തുന്നുണ്ട്. അവരുടെ അച്ഛൻ പോകാനിറങ്ങുമ്പോഴാണ് മാരൻ വരുന്നത്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നീയൊക്കെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആണോടാ, ഇതിനൊക്കെ നീ നേരത്തെ എത്തണ്ടേന്ന്. അപ്പോൾ അവൻ ഓക്കെ അങ്കിൾ എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറി പോകുന്നു. അങ്ങനെ നമ്മുടെ മാരന് പാസ്പോർട്ട് കിട്ടുന്നുണ്ട്. സോ വിസ വേണ്ടാത്ത ഏതെങ്കിലും രാജ്യങ്ങളിൽ, എക്സാമ്പിൾ മാൽഡീവ്സിലേക്കോ അങ്ങനെ എവിടെയെങ്കിലും ഇവർ ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോൾ റിട്ടേൺ ഡേറ്റ് അവർക്ക് എന്തായാലും പറയണം. റിട്ടേൺ ഡേറ്റ് പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ പിന്നെ വർക്ക് വിസ വേണം. അങ്ങനെ ആരെങ്കിലും എബ്രോഡ് ഉണ്ടോ ചോദിക്കുമ്പോൾ അങ്ങനെ ആദ്യം ഓർക്കുന്നത് അമിതയുടെ കാര്യമാണ്. അവളിപ്പോൾ കാനഡയിലുണ്ടല്ലോ. അപ്പോൾ അവിടെ വീഡിയോ കോൾ വിളിച്ചിട്ട് അവളുടെ ഹസ്ബൻഡ് പറയുന്നത് ഞാനെല്ലാം ശരിയാക്കി തരാം, നീ അവരെ എങ്ങനെ കയറ്റി വിട്ടാൽ മതിയെന്ന്. അങ്ങനെ വർക്ക് വിസയൊക്കെ ശരിയായി കഴിഞ്ഞിട്ട് ഇവർ വിസ ആപ്ലിക്കേഷന് പോകുന്ന ടൈമിൽ നമ്മുടെ കുറലിൻ്റെ വിസ റിജക്റ്റ് ചെയ്യുകയാണ്. കാരണം അപ്പോഴാണ് അറിയുന്നത് അവൾ പ്രഗ്നൻ്റ് ആണെന്ന്. അകൻ ചോദിക്കുന്നു, ഇതൊക്കെ എപ്പം നടന്നടാ എന്ന് മാരൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാണ്, ഇവൻ കാരണമാണ് ഇവള് കാരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അബോർഷന് ഇനിയും സാധ്യതയുള്ളൂ എന്ന് അകൻ കുറലിൻ്റെ അടുത്ത് പറയുന്നു. കുറൽ അപ്പം തന്നെ നമ്മുടെ അകനിട്ട് അടിക്കുന്നതുകൊണ്ട് മാരനും അതിലൊട്ടും താല്പര്യമില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആക്ച്വലി ഇവരുടെ അച്ഛൻ ഇവരെ എന്തായാലും കൊല്ലും. സോ അങ്ങനെ ഇവർ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ചെല്ലുമ്പോഴാണ് അറിയുന്നത് കുറലിൻ്റെ യൂട്ടറസ് ആക്ച്വലി വളരെ വീക്കാണ്. അപ്പോൾ അബോർഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു കുട്ടി ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് എന്ന് പറയുന്നു. അപ്പോൾ ആക്ച്വലി അകന് അത് വേണ്ടാന്നാവും. പക്ഷെ കുറിൽ പറയും വേണ്ട, അബോർഷൻ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കും. അവസാനം അച്ഛനെ വിളിച്ച് പറയും എന്ന് പറഞ്ഞിട്ടാണ് കുറലിനെ വിളിച്ചുകൊണ്ട് വെളിയിലിറങ്ങുന്നത്. അങ്ങനെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹോസ്പിറ്റലിൻ്റെ വെളിയിലും മാരനും ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു, അബോർഷൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട്. ആ ടൈമിലാണ് നമ്മുടെ മിനിസ്റ്റർ ഓടി വരുന്നത്. മിനിസ്റ്റർ ഓടി വന്ന് മകളെയും മരുമകനെയും കെട്ടിപ്പിടിച്ച് ആകെ ഹാപ്പി ആവുന്നുണ്ടാവും. പിന്നീട് നമ്മുടെ കുറലിനെ എല്ലാവരും വളരെ സ്നേഹത്തോടെ കെയർ ചെയ്യുന്നുണ്ട്. അവൾ പ്രഗ്നൻ്റ് ആണല്ലോ. അപ്പോൾ അച്ഛനെന്ന രീതിയിൽ ഇവനും കാണും എല്ലായിടത്തും. അവൻ ആകെ തല പുകഞ്ഞ് കിടക്കുകയാണ്. എങ്ങനെ ഈ പ്രസവം എല്ലാം കഴിഞ്ഞ് ഇവരെ ഒന്ന് കാനഡയിൽ എത്തിക്കുക എന്ന് മാത്രമാണ് അകൻ്റെ മനസ്സിലുള്ളത്. ഒരു ദിവസം കുറൽ അകൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്നോട് നോ പറഞ്ഞത് തെറ്റായി പോയി എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടെന്ന്. അകൻ പറയുന്നത് തോന്നിയിട്ടില്ല എന്ന്. അപ്പോൾ നിനക്കോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നു, ഞാനിപ്പോൾ വിചാരിക്കുന്നു നീ നോ പറഞ്ഞത് നന്നായി, എനിക്കും ഇപ്പോൾ അങ്ങനെയാണ്, സീറോ ഫീലിങ്സ് ഓൺലി ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയും. എന്നിട്ട് അവൾ ഓടിപ്പോയി മാരൻ്റെ കൈ പിടിച്ച് നടക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ആക്ച്വലി അകൻ്റെ മനസ്സ് അങ്ങനെ നുറുങ്ങി നീറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡെലിവറി ഡേറ്റ് വന്നെത്തി. വളരെ വേദനയോട് കൂടി തന്നെ നമ്മുടെ കുറലിനെ അകത്തേക്ക് കയറ്റിയിരിക്കുകയാണ്, ലേബർ റൂമിലേക്ക്. സോ കുറലിൻ്റെ പുരുഷൻ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ അപ്പ അകത്തേക്ക് വരാൻ പറയും. അപ്പോൾ അവൻ എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് കുറലിൻ്റെ പുരുഷനെയാണോ അതോ കുഞ്ഞിൻ്റെ അപ്പയാണോ എന്ന്. അപ്പോൾ എല്ലാവരും മന്ദം വിട്ട് ഇവരെ നോക്കുന്നത്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇത് വെറും പ്രാങ്ക് അല്ലേ എന്ന്. അങ്ങനെ അവൻ പേടിച്ച് അകത്ത് കയറി പോകുന്നുണ്ട്. കാരണം അവനല്ലല്ലോ അപ്പ. എങ്കിലും അവൻ നമുക്ക് ധൈര്യം കൊടുത്ത് ആ ഡെലിവറിക്ക് കൂടെ നിന്ന് കുഞ്ഞിനെ ആദ്യമായി തന്നെ ഏച്ചു വാങ്ങുന്നുണ്ട്. കുറലും ഒത്തിരി ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ബന്ധുക്കളെല്ലാം കയറി വന്ന് കുഞ്ഞിനെ കാണുന്നു. ആ ടൈമിൽ നോക്കുമ്പോൾ നമ്മുടെ മാരൻ പുറത്ത് എത്തിവരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കുഞ്ഞിനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. സോ ഇത് മനസ്സിലാക്കിയ അകൻ ബന്ധുക്കളെല്ലാം ഓടിച്ചു വിടുന്നു. അമ്മയോട് അമ്പലത്തിൽ പോയി ഏതോ പൂജ നടത്താനില്ലേ, അവിടേക്ക് പൊക്കോളാൻ പറയുന്നു. അങ്ങനെ അവർ മൂന്നുപേരും കുഞ്ഞുമായിട്ടിരിക്കുന്നതൊക്കെ കണ്ടിട്ട് നമ്മുടെ അകൻ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ മിനിസ്റ്റർ കയറി വരുന്നുണ്ട്. മിനിസ്റ്ററെ കാണുമ്പോൾ അവൻ എഴുന്നേറ്റ് മാറുന്നുണ്ട്. എന്നിട്ട് കുഞ്ഞിനെ എടുത്ത് താലോലിക്കുന്ന ടൈമിൽ അവൻ പറയും, ഞാൻ അങ്കിളിനെ കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോ എടുക്കാമെന്ന്. അപ്പം മിനിസ്റ്റർ പറയുന്നു, ഫോട്ടോ ഒക്കെ എടുത്തോ, പക്ഷെ എൻ്റെ കുഞ്ഞിനെ നീ കൈകൊണ്ടൊന്നും തൊടല്ലേ എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ കുറലിനും അകനുമൊക്കെ ഒത്തിരി വിഷമമാവുന്നു. പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും എടുക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും മിനിസ്റ്റർ ചെയ്യുകയാണ്. അയാൾ ഒത്തിരി ആഗ്രഹിച്ചയാൾക്ക് കിട്ടിയ പേരക്കുഞ്ഞാണല്ലോ. അങ്ങനെ കുറലിന് ഇതിൻ്റെ ഇടയ്ക്ക് അവളുടെ വിസ അപ്രൂവ്ഡ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുഞ്ഞിൻ്റെ പേരിടൽ ഫംഗ്ഷനാണ് കാണിക്കുന്നത്. മാടസ്വാമി എന്നാണ് മിനിസ്റ്റർ തൻ്റെ കൊച്ചുമകൻ്റെ പേരിട്ടിരിക്കുന്നത്, പാവം കുഞ്ഞ്. അങ്ങനെ ആ ദിവസം, അതായത് പേരിടലിൻ്റെ അന്ന് രാത്രി രണ്ടുപേരെയും കാനഡയ്ക്ക് കടത്താനാണ് നമ്മുടെ അകൻ്റെ പ്ലാൻ. സോ പാസ്പോർട്ട്
പാസ്പോർട്ടും വിസയും ടിക്കറ്റും എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഇത് മിനിസ്റ്റർക്കും മറ്റാർക്കും അറിയില്ല. ഈ ടൈമിൽ തൻ്റെ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അകനെ നോക്കി കുറൽ പറയും, ഒരു ജോക്കറിനെ പോലെ തന്നെയാണ് അവൻ കുഞ്ഞിനെ കളിപ്പിക്കുന്നത്, ഒരു ജോക്കർ തന്നെ എന്നൊക്കെ പറയുമ്പോൾ സത്യങ്ങളെല്ലാം അറിയാവുന്ന കൂട്ടുകാരന് അത് കേൾക്കുമ്പോൾ അങ്ങോട്ട് രക്തം തിളയ്ക്കും. നീ എന്തറിഞ്ഞിട്ടാണ് ഈ പറയുന്നത്? അവൻ നിന്നെ ശരിക്കും ഇഷ്ടമായിരുന്ന സമയത്താണ് കല്യാണം ആലോചിച്ച് വന്നത്. നിന്റെ ഇഷ്ടങ്ങൾ നടത്തിത്തരാൻ വേണ്ടി തന്നെയാണ് വേറൊരാളുടെ കൂടെ പോകുന്നറിഞ്ഞിട്ടും നിന്നെ കല്യാണം കഴിച്ചതും അവൻ്റെ കൊച്ചിൻ്റെ അച്ഛനായിട്ട് ഇപ്പോൾ അഭിനയിക്കുന്നതും. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കുറൽ ആകെ തകർന്നു പോവുകയാണ്. അവർ തന്നോട് ഫീലിങ്സ് ഒന്നുമില്ലല്ലോ എന്നുള്ളൊരു ആശ്വാസം തന്നെയായിരുന്നു കുറൽ ഇങ്ങനെ പൊക്കോണ്ടിരുന്നത്. ബട്ട് ഇതറിഞ്ഞു കഴിയുമ്പോൾ അവൾ കംപ്ലീറ്റ്ലി ഷാറ്റേർഡ് ആയി പോവുകയാണ്. ഈ ടൈമിൽ കുറൽ ആ ഗ്ലാസിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് അറിയാതെ അകനും കുഞ്ഞും കൂടെ ഫോട്ടോ എടുക്കുകയായിരുന്നു. നിന്റെ അമ്മ എന്നെ മറന്നാലും നീ എന്നെ മറക്കല്ലേ മോളെ, ഞാനും നിന്റെ അച്ഛനെ പോലെ തന്നെയാണ് എന്ന് കുഞ്ഞിനോട് പറയുന്നത് കേൾക്കുമ്പോൾ കുറൽ അപ്പുറത്ത് നിന്ന് വിങ്ങിപ്പൊട്ടുകയായിരുന്നു. പോകുന്ന വഴിക്ക് അകനോട് അകൻ്റെ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ഞാൻ കുറലിൻ്റെ അടുത്ത് സത്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന്. സോ അകനും മനസ്സിലായി കുറലെല്ലാം മറിഞ്ഞു എന്ന്. ബട്ട് അവൻ പറയും, നീ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ എത്രയും വേഗം രാത്രിയിൽ ഇവിടുന്ന് പോകാനുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നൊക്കെ പറയുമ്പം അവൾ ആ ടിക്കറ്റും വിസയെല്ലാം റോഡിലോട്ട് പറത്തിക്കളയുകയാണ്. അവൻ വെളിയിലിറങ്ങി അതെല്ലാം പറക്കാൻ നോക്കുമ്പോൾ അവൾ നോൺ കെയറിങ് എന്നുള്ള രീതിയിൽ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നു, നീ ദേവദാസ് ആകാൻ വേണ്ടി പോവുകയാണോ? നീ എനിക്ക് വേണ്ടി ഇത്രയും സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ അത്രയ്ക്കും വെർത്തായിട്ടുള്ള ഒരാളല്ല. സോ ഞാൻ നിന്നെ ഇപ്പോൾ ഇവിടെ ഉപേക്ഷിച്ച് പോകാൻ തയ്യാറല്ല. നിനക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് നിന്റെ ഒപ്പം ചേർത്തിട്ട് മാത്രമേ എനിക്ക് മനസ്സമാനത്തോടെ ജീവിക്കാൻ പറ്റൂ. നശിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും ജീവിതം നശിക്കട്ടെ, സന്തോഷിക്കുകയാണെങ്കിൽ രണ്ടുപേരുടെയും ജീവിതം സന്തോഷിക്കട്ടെ എന്ന് പറയും. സോ ആ ഒരു ഡയലോഗിൽ നമ്മുടെ അകൻ ലോക്കാവുകയാണ്. സോ തൻ്റെ ജീവിതം നശിച്ചാൽ അവളുടെയും ജീവിതം നശിച്ചു പോകും എന്നുള്ളൊരു കൺസേണോട് കൂടി തന്നെ ആദ്യം അകനെ കൊണ്ട് ഡിവോഴ്സ് പേപ്പറിൽ സൈൻ ചെയ്യിക്കുന്നു. അതിനുശേഷം മാട്രിമോണിയിൽ എല്ലാം രജിസ്റ്റർ ചെയ്യുകയാണ്. ബട്ട് എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി അംഗീകരിക്കാൻ പറ്റില്ല. കാമുകിക്ക് വേണ്ടിയിട്ട് ഒരു കല്യാണം കഴിക്കുക, പിന്നീട് അവർക്കൊരു കുട്ടിയുണ്ടാകുക, പിന്നെ ഡിവോഴ്സ് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റോറി കേൾക്കുമ്പോൾ പലവരും എന്നല്ല, ആലോചിച്ച് വന്ന എല്ലാവരും നമ്മൾ അങ്ങനെ റിജക്റ്റ് ചെയ്യുകയാണ്. അവസാനം അവർ ടിൻഡറിൽ വരെ അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കി, അവിടെ വെച്ച് ഒന്നും നടന്നില്ല. അറ്റ് ലാസ്റ്റ് നമ്മുടെ അകൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയുണ്ട്. ഇവിടെ എല്ലാ കാര്യത്തിലും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവനെയെല്ലാം നല്ലപോലെ അറിയുകയും ചെയ്യാം. അവൾ കുറലിൻ്റെ അടുത്ത് വന്ന് ഇങ്ങോട്ട് ചോദിച്ചാണ്, എൻ്റെ കാര്യം നിങ്ങൾക്കൊന്ന് കൺസിഡർ ചെയ്തൂടെ, അകനെ കല്യാണം കഴിക്കാൻ? എനിക്ക് പുള്ളിയെ ഇഷ്ടമാണെന്ന് പറയും. സോ കുറൽ അങ്ങനെ അകനെ പരിചയപ്പെടുത്തുന്നു. അവർ സംസാരിച്ച് കഴിയുമ്പോൾ അകൻ കുറലിന് വേണ്ടിയിട്ട് ഓക്കെ എന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ പെട്ടിയും ബാഗും എല്ലാം പാക്ക് ചെയ്ത് കുറലിൻ്റെ എല്ലാം സെറ്റായല്ലോ. ആ ടൈമിലാണ് നമ്മുടെ മിനിസ്റ്ററിൻ്റെ കയ്യിൽ ഇവർ ഡിവോഴ്സ് ചെയ്ത ആ ഒരു ഒപ്പിട്ട പേപ്പർ മിനിസ്റ്ററിൻ്റെ കയ്യിലെത്തുന്നത്. മിനിസ്റ്റർ അപ്പം തന്നെ കുറലിനെ വിളിക്കുന്നുണ്ട്. അവൾ ഒപ്പിട്ട പേപ്പറാണ് പുള്ളിയുടെ കിട്ടിയത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേനും നീ ആരുടെ കൂടെ പോകാനാണ്, എന്തിനു വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ അടിക്കാനും വരുമ്പോൾ അകൻ വന്ന് പറയുന്നു, എനിക്ക് വേണ്ടിയിട്ടാണ് അവൾ അതിലെല്ലാം ഒപ്പിട്ടത്, എനിക്ക് വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്ന് പറയും. ഈ ടൈമിൽ കൂടാതെ നാൾ പറയുന്നുണ്ട്, ഇവരുടെ കൂടെ തന്നെ ജോലി ചെയ്തൊരു പെൺകുട്ടിയുമായിട്ട് ഇവൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്, കൂടാതെ ലോകത്തുള്ള എല്ലാ മാട്രിമോണിയൽ സൈറ്റിലും ഇവൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന്. സോ അവരെ മിനിസ്റ്റർ എടുത്തിട്ട് അടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ കുറൽ അത് തടയാൻ വരുമ്പോൾ അകൻ അവളെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, കുഞ്ഞിനെ അയാൾ കൊന്നുകളയും, കുഞ്ഞ് മാരൻ്റെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നീ മിണ്ടാതിരിക്കാൻ. ആ ടൈമിൽ ഇതറിഞ്ഞിട്ട് അകൻ്റെ അമ്മയും വരുന്നുണ്ട്. അകൻ്റെ അമ്മ പറയുന്നു, ഞാൻ അവനെ അങ്ങനെയൊന്നുമല്ല വളർത്തിയത്, അതുകൊണ്ട് അവൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. പക്ഷെ അകൻ പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട് അമ്മേനെ. അമ്മയും അവിടുന്ന് കരഞ്ഞുകൊണ്ട് തന്നെ പോവുകയാണ്. അങ്ങനെ അവൻ അവിടുന്ന് പോയി കഴിയുമ്പോൾ മിനിസ്റ്ററുടെ ആളുകൾ വന്ന് അവനെ കൊല്ലാൻ നോക്കും. ആ ടൈമിൽ കുറലിൻ്റെ അച്ഛൻ കുറലിനോട് പറയുന്നുണ്ട്, നീ പുതിയൊരു ആളെ കല്യാണം കഴിക്കണം, അവരെ ഞാനും കൊന്നേക്കാം, ഡിവോഴ്സ് ഒന്നും നിൽക്കേണ്ടെന്ന്. ആ ടൈമിൽ കുറൽ സത്യങ്ങളെല്ലാം പറയുന്നു. സത്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് മിനിസ്റ്റർ വിളിച്ച് ആ ഗുണ്ടകളോട് പറയുന്നു, ആ മാരനെയും അങ്ങ് തീർത്തേക്കാൻ, എന്നിട്ട് ആ കുഞ്ഞിനെ താൻ കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞ് അതിനെ എടുത്തോണ്ട് കാറിലേക്ക് പോകും. അവൻ വേഗം നമ്മുടെ മാരനെയെല്ലാം രക്ഷിച്ചിട്ട് ആ കുഞ്ഞിനെ രക്ഷിക്കാനായി മിനിസ്റ്ററിൻ്റെ കാറിന് പുറകെ ഓടിപ്പോകുന്നുണ്ട്. അയാൾ ആ കുഞ്ഞിനെയും കൊണ്ട് ഒരു മലയുടെ മുകളിൽ പോയിട്ട് അതിനെ അവിടെ വെച്ച് വെടിവെച്ച് കൊല്ലാൻ നോക്കും. ആ ടൈമിൽ അവിടെ 2-3 വലിയ മിന്നലുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിൻ്റെ ആഘാതമാണോ അറ്റാക്ക് വന്നാണോ എന്നറിയത്തില്ല, നെഞ്ചുവേദന വന്ന് പുള്ളി അവിടെ പെടഞ്ഞു വീഴുകയാണ്. പിന്നെ പുള്ളി കണ്ണു തുറക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിലെ ഡോക്ടർ മിനിസ്റ്ററോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൊച്ചുമകനാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ അവിടെ വീണ് കഴിയുമ്പം ആ കുഞ്ഞ് ആ സ്ക്രോളിൽ നിന്ന് ഇറങ്ങി ഇഴഞ്ഞുപോയി റോഡിൽ പോയിരുന്ന് കരയും. സോ കുഞ്ഞിനെ കണ്ടിട്ട് ആളുകൾ വണ്ടി നിർത്തി ഇയാളെ രക്ഷിച്ചുകൊണ്ട് പോവുകയായിരുന്നു. അത് കേട്ട് അയാൾക്ക് ഒത്തിരി വിഷമമാകും. ഇപ്പുറത്തെ കുറലും മാരനും കൂടെ ഞങ്ങളിനി എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പം അകൻ നോക്കുമ്പോൾ മിനിസ്റ്റർ ഇരുന്ന് കരയുകയാണ്. അകൻ പെട്ടെന്ന് കുറലിൻ്റെ കയ്യിൽ നിന്ന് കുട്ടിയെ എടുത്തിട്ട് മിനിസ്റ്ററുടെ കയ്യിൽ കൊണ്ട് കൊടുക്കും. എന്നിട്ട് മിനിസ്റ്ററോട് പറയുന്നുണ്ട്, ഇത് നിങ്ങളുടെ കൊച്ചുമകൻ തന്നെയാണ്, മരുമകൻ്റെ ജാതി മാറിയെന്ന് വെച്ച് ഇത് നിങ്ങളുടെ പേരക്കുട്ടി ആവാതിരിക്കില്ല. അങ്ങനെയൊക്കെ കുറേ സെൻറ്റിമെൻ്റൽ ഡയലോഗ് പറയുമ്പോഴത്തേനും മിനിസ്റ്റർ ഫ്ലാറ്റായി പോവുകയാണ്.
അവൻ വെളിയിൽ വന്നിട്ട് കുരലിൻ്റെയും മാറൻ്റെ അടുത്ത് നിങ്ങൾ അകത്തേക്ക് ചെല്ല്, എല്ലാം സോൾവ് ആകുമെന്ന് പറയുന്നു. സോ അയാൾ തൻ്റെ മരുമകനെയും മകളെ അംഗീകരിക്കുകയാണ്. എന്നിട്ട് അകനോട് പറയും എൻ്റെ കൊച്ചുമകനെ ഇങ്ങോട്ട് തരാൻ. എന്നിട്ട് അവർ 4 പേരും അവിടെ സന്തോഷത്തോടെ സമയം പങ്കിടും. ഇത് കണ്ടിട്ട് അകന് ഒരു ഒറ്റപ്പെടലോ ഒരു വേദനയോ ചെറിയൊരു വിഷമോ ഉണ്ട്. അങ്ങനെ അവൻ അവിടുന്ന് പോവുകയാണ്. ആ ടൈമിൽ കാണിക്കുന്നുണ്ട് കുഞ്ഞിഴഞ്ഞ് റോഡിൽ പോയി കരഞ്ഞുകൊണ്ടൊന്നുമല്ല ഇയാളെ രക്ഷിച്ചത്. നമ്മുടെ അകൻ വന്നിട്ട് കുട്ടിയെ എടുത്തുകൊണ്ട് പോയി ഇയാളെ ഹോസ്പിറ്റലിലാക്കിയതാണ്. ഒരു സ്റ്റോറി, ഒരു പ്രാങ്കിങ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത് മിനിസ്റ്ററിനെ ഫ്ലാറ്റ് ആക്കിയതാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഇത് ഞാനും നീയും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് അകൻ ആ കുഞ്ഞിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ കുറലിൻ്റെ സന്തോഷമൊക്കെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് അകൻ പോവുകയാണ്. അകൻ്റെ അമ്മയുടെ അടുത്ത് അയാൾ മാപ്പ് പറയുന്നുണ്ട്. തൻ്റെ സഹോദരിയെ കൊന്ന അയാളാണെന്ന് അറിയുന്നുണ്ടല്ലോ. അങ്ങനെ അതെല്ലാം സോൾവായി അയാൾ ജയിലിലും പോകുന്നുണ്ട് മിനിസ്റ്റർ. പിന്നീട് അകൻ തൻ്റെ അമ്മയുടെ മടിയിൽ രാത്രി ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുമ്പം അവർ ചോദിക്കുന്നുണ്ട് നിനക്ക് നിന്നോട് വർക്ക് ചെയ്ത പെൺകുട്ടിയെ ഇഷ്ടമാണല്ലേ? അങ്ങനെ കുറെ ചോദിക്കുമ്പോൾ അവൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. കുറെ തവണ ചോദിക്കുമ്പോൾ അകൻ ആ ഇഷ്ടമുണ്ടെന്ന് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം അവരുടെ അമ്മ ഹെഡ്ഫോണിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. സോ പെട്ടെന്ന് ലൈറ്റ്സ് ഓഫ് എന്ന് പറയുമ്പോൾ ആ കുട്ടി വന്ന് പ്രപ്പോസ് ചെയ്യുന്നു. ആദ്യം അകൻ ഇച്ചിരി മോശമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിലും കുറൽ വന്ന് കർണക്കുട്ടിക്ക് അടിച്ചിട്ട് അധികം ജാട കാണിക്കാതിര എന്ന് പറയുന്ന ടൈമിൽ ആ പെൺകുട്ടി വന്ന് അകനെ കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അകനം തിരിച്ച് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ ഈ സിനിമ തീരുന്നു. സോ ഈ ഫിലിം എങ്ങനെയുണ്ടായിരുന്നു ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ സിനിമ എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ അവതരണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. എല്ലാ വീഡിയോസിനും വ്യൂസ് കുറവാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരിക്കൽ എല്ലാവരുടെയും സപ്പോർട്ടും വ്യൂസും ഒക്കെ കിട്ടും എന്ന പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. സോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഗൈസ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.